നല്ല മഞ്ഞ കളറല്ലേ? അതെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ലേസ് ചിക്കൻ, ലേസും ചിക്കനും കൂടിയുള്ള ഒരു അടിപൊളി സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ നല്ല വൃത്തിയായി കഴുകിയെടുത്ത് ലേസിന് കുറച്ച് പരിപാടിയൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തിട്ട് നമുക്ക് പിന്നെ അടിപൊളി ലേസ് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം അല്ലേ? അതെ. നമ്മൾ ചിക്കനെ 4 പീസാണ് ആക്കുന്നത്. വലിയ വലിയ പീസായിട്ടാണ് നമ്മൾ ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കഴുത്ത് നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ ബ്രസ്റ്റ് പീസും ലെഗ് പീസും കോഴി മഞ്ഞ തേച്ചപ്പോൾ ഒരു മൊഞ്ചായില്ലേ? അടിപൊളി കഴുകി അടിപൊളിയല്ലേ? മസാല നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. മിക്സ്. മുളക് പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ഉപ്പ് പാകത്തിന്, അയ്യോ മുട്ട. തോടിന് ഭയങ്കര വില കുറവില്ലേ? ഒരു മണിക്കൂർ റെസ്റ്റ് എടുക്കട്ടെ. ഇനി നമുക്ക് ലേസിനെ പൊട്ടിച്ചിട്ട് നമ്മുടെ തട്ടിലാണ്. നമുക്ക് ചോപ്പ് നമുക്ക് മിക്കവാറും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് കളറിന് വ്യത്യാസമുണ്ട്. ഇതുണ്ടാ അല്ലേ? ചുവന്ന കളറാണ്, പച്ചയാണ് നല്ലത്. ഇത് നമുക്ക് തിന്നാം. പിള്ളേരുടെ ജീവനാണ് സാധനം. എന്നാ അലക്കാം. ഒടിക്കണം. അങ്ങനെ പൊട്ടിക്കുമ്പോൾ പിള്ളേരുടെ ഹൃദയമാണ് പൊട്ടുന്നത് നോക്കണം കേട്ടോ. കുട്ടികളുണ്ടല്ലേ? അതെ. മതി അല്ലേ? ഇനി നമുക്ക് അടുത്ത് മുട്ട കുറച്ച് നമുക്ക് പൊട്ടിച്ചു ചോദിക്കാം. നമുക്ക് സംഗതി അടിപൊളിയായിട്ടുണ്ട്.
അടുപ്പ് കത്തിക്കാം. കുറച്ച് കർപ്പൂരം വെച്ചിട്ടുണ്ട്. പിടിക്കട്ടെ. നമുക്ക് ഉരുളി വെച്ചെടുക്കാം. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. നമ്മുടെ ചിക്കൻ നമ്മൾ റെഡിയാക്കാൻ വേണ്ടി പോവാണ് വെച്ചോ. ഇനി നമ്മൾ ലേസിനെടുത്ത് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടിപൊളിയായില്ല സംഭവം. ഇങ്ങനെ ഓരോന്നോരം നാക്കിയെടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. ഭയങ്കര മണം കണ്ടിട്ട് പക്ഷേ നല്ല മണം ലേസിൻ്റെ ചിക്കനും കൂടി. പതുക്കെ വെക്കാൻ മതി ലേസൊക്കെ. നമ്മുടെ സാധനം ഏകദേശം റെഡി ആയിരുന്നു. പതുക്കെ എടുക്കാം. അടിപൊളി റോസ്റ്റഡ് ചിക്കൻ, ലേസ് റോസ്റ്റ്. അടുത്തിട്ട് കൊടുക്കാം. സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ലേസ് ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി നമ്മൾ ടേസ്റ്റ് നോക്കുന്ന പരിപാടിയാണ് അല്ലേ? ആഹാ, എന്താ ടേസ്റ്റ് ആദ്യം മയണൈസ് മുക്കല്ലേ? ഇത് കൊള്ളാട്ടാ, അടിപൊളി. നന്നായി വന്നിട്ടുണ്ട്. ആ ലേസും ആ ചിക്കൻ്റെ കൂടെ നല്ല നല്ല രുചിയുണ്ട്. ആണ് സൂപ്പറായിട്ടുണ്ട്. സൂപ്പറല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടോ സംഭവം? സംഭവം പൊളിച്ചോ? ആ വെളിച്ചെണ്ണ വേണമല്ലേ? KFC ചിക്കൻ മാറി നിൽക്കണ്ട.
സ്ട്രക്ചർ നോക്കും അല്ലേ? അതും അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പതുക്കെ വെക്കുക. ഇനി ഇങ്ങനെ മൈനസിനെ മുക്കുക. സംഭവം അടിപൊളിട്ടാ. കൊള്ളാം. സൂപ്പർ സൂപ്പർ പറഞ്ഞാലും സൂപ്പർ കേട്ടാ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. സാധനം നമ്മൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ കുട്ടികൾക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. ഞങ്ങൾ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കണം. കടന്നു മേൽ കടന്നു പോണത്. ലേസ് ചിക്കൻ എന്തായാലും പൊളിക്കില്ല. അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ ഇനിയും സാധനമുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കി നമുക്ക് എന്താ കേട്ടാൽ നമ്മുടെ നാട്ടുകാരും കൊടുക്കാം അല്ലേ? എല്ലാവരും കഴിച്ച് നോക്കട്ടെ. അപ്പോൾ എന്തായാലും ലേസ് ചിക്കൻ പൊളിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാനായി നമ്മുടെ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലും കൂടി ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ തന്നെ അടിപൊളി വീഡിയോ മറ്റേ വീണ്ടും കാണാം. ബൈ ബൈ. സംഭവം പൊളിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് മുഴുവൻ തിന്നിട്ട് പോയാൽ മതി.